ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്കെല്ലാവർക്കും ദൈവവചനം ശ്രദ്ധിക്കുവാൻ, ദൈവവചനത്തിൻ്റെ അരികിലേക്ക് വരുവാൻ വലിയവനായ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും അവസരവുമെല്ലാം ദൈവം നമുക്ക് തന്നല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നാം ചിന്തിച്ചു വന്നതായ വിഷയം വെളിപ്പാട് പുസ്തകത്തിലെ 7 ഭാഗ്യവാന്മാരെ കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അനേക ഏഴുകളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ 7 ഭാഗ്യവാന്മാർ, വെളിപ്പാട് പുസ്തകത്തിലെ 7 ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ലോകത്തിലെ ഭാഗ്യവാന്മാരെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അപ്പോസ്തലനായ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും അവൻ്റെ വചനവും നിമിത്തം പത്മോസ് ദ്വീപിൽ ഏകനായി കിടക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തതായ ചില സ്വർഗീയ ദർശനങ്ങളാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. അതിനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ദർശനമാണ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തത്. വരാനിരിക്കുന്ന കാലത്ത് ഇപ്പോഴുള്ള കാര്യമുണ്ട്, എന്നാൽ അതിലധികവും വരാനിരിക്കുന്ന സംഭവങ്ങൾ, ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, ഇനി വരാനിരിക്കുന്ന ലോകത്തെ നാം നേരിടാൻ പോകുന്ന, അഭിമുഖീകരിക്കാൻ പോകുന്ന ചില വിഷയങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് അത് ഈ ലോകത്തിലെ ഭാഗ്യങ്ങളല്ല. നാം ഈ ലോകത്തിൽ അനേക ഭാഗ്യകരമായ അനുഭവങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ട്. നല്ല ഒരു ജോലി ലഭിക്കുന്നത് ഒരു ഭാഗ്യമായി കരുതുന്നവരുണ്ട്, അത് ഭാഗ്യം തന്നെയാണ്. വിദേശത്തൊരു ജോലി ലഭിക്കുക അത് ഭാഗ്യമായി കരുതുന്നവരുണ്ട്. ഒരു സർക്കാർ ജോലി ലഭിക്കുന്നത് ഒരു ഭാഗ്യമായി കരുതുന്നവരുണ്ട്. നല്ലൊരു വിവാഹം നടക്കുന്നത്, നല്ല കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, ഒരു വീട് വയ്ക്കുന്നത്, അതെല്ലാം ഈ ലോകത്തിലെ ഭാഗ്യങ്ങളായി കരുതുന്നവരുണ്ട്. തീർച്ചയായും ഭാഗ്യമാണ് താനും. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടിൽ നമുക്കതെല്ലാം ലഭിക്കും. എന്നാൽ അതെല്ലാം ശാശ്വതമായ ഭാഗ്യമല്ല, ശാശ്വതമായ അനുഗ്രഹങ്ങളല്ല. ഇവിടെ നാം നേടുന്ന സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളെല്ലാം ശവക്കുഴിയിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് നിലനിൽക്കുന്നതായ ഭാഗ്യം എന്താണ്, ഭാഗ്യവാൻ ആരാണ് എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗ്യവാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവിടെ ഒന്നാമത്തെ ഭാഗ്യവാൻ ആരാണ് എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും, കേൾക്കുന്നവരും, അത് കേൾക്കുന്നവരും, അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, ഈ വചനം കേൾക്കുന്നവര്, ഈ വചനം മറ്റുള്ളവരെ കേൾപ്പിക്കുന്നവര്, കേൾപ്പിക്കാനുള്ളതായ സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ ഒരുക്കുന്നവര്, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വർഗീയ ശബ്ദം കേൾക്കുന്നവരും അത് കേൾപ്പിക്കുന്നവരുമാണ് ഭാഗ്യവാന്മാരെന്ന് 1-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്. എന്നാൽ അവസാനത്തെ അധ്യായത്തിലേക്ക് അപ്പോസ്തലൻ വരുമ്പോൾ അവിടെ ദൈവാത്മാവ് പറയുകയാണ്, ഇത് ഈ വചനം പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഒന്നുകൂടെ നമുക്കെന്നാ വാക്യം വായിച്ചു കേൾക്കാം. 22-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ജീവനുള്ള ദൈവം പറയുകയാണ്, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് ഈ പറഞ്ഞു. പുസ്തകത്തിലെ പ്രവചനങ്ങൾ പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നാം കേൾക്കുന്നവരാണ്, നാം അനേകം കേൾക്കുന്നവരാണ്. ദൈവത്തിൻ്റെ വചനം ധാരാളം നമുക്ക് സൗജന്യമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവർ, ഈ കേൾക്കുന്നതായ വചനം അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കണമെന്ന്, ഈ വചനപ്രകാരം എനിക്ക് ജീവിക്കണമെന്ന് നിർബന്ധമുള്ളവർ എത്ര പേരുണ്ട്? നാം ധാരാളം കേൾക്കുന്നുണ്ട്, കേൾക്കുന്നവർ ഭാഗ്യവാന്മാർ തന്നെയാണ്. എന്നാൽ ഈ വചനപ്രകാരം എൻ്റെ ജീവിതം ക്രമീകരിക്കണം, ഈ വചനപ്രകാരം എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തണം, വചനപ്രകാരം എനിക്ക് ജീവിക്കണം, വചനത്തിൽ അടിസ്ഥാനപ്പെട്ടൊരു ജീവിതത്തിൻ്റെ ഉടമയായി എനിക്ക് ജീവിക്കണമെന്ന് നിർബന്ധമുള്ളവർ എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? വചനം അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 22 മുതലുള്ള ചില വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ യാക്കോബ് ഈ വചനം അനുസരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ, പ്രിയപ്പെട്ടവർ ഇവിടെ പറയുകയാണ്, എങ്കിലും
വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായിരിപ്പീൻ. അതിനെ ചെയ്യുന്നവരായിരിക്കും, അതിനെ അനുസരിക്കുന്നവരായിരിക്കും എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തലനായ യാക്കോബിന്റെ നാവിൽ കൂടി നമ്മൾ പറയുന്നത്. എന്നാൽ വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കും. വചനം നാം അനുസരിക്കുന്നില്ല എങ്കിൽ, വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമീകരിക്കുന്നില്ല എങ്കിൽ ഈ വചന കേൾവി കൊണ്ട് നാം നമ്മെ തന്നെ ചതിക്കുകയാണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അടുത്ത വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ, ഈ വചനം അനുസരിക്കാതിരുന്നാൽ, അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യനോടൊക്കുന്നു. അടുത്ത വാക്യം കൂടെ. അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു. താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നു പോവുകയാണ്. ഇതാണ് വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് വചനം അനുസരിക്കാതിരുന്നാൽ നമ്മുടെ അവസ്ഥ ഇങ്ങനെയായി പോവും. നാം തന്നെത്താൻ വഞ്ചിക്കുന്നവരാവും. നാം എല്ലാവരും നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണാടിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് അഴുക്കിരിക്കുന്നു എന്ന് നമുക്ക് കണ്ണാടിയിൽ കൂടെ മനസ്സിലാകും. എന്നാൽ നമ്മുടെ മുഖത്തെ അഴുക്ക് നാം മാറ്റുന്നില്ല എങ്കിൽ കണ്ണാടിയിൽ നോക്കിയതുകൊണ്ട് എന്ത് പ്രയോജനം? ദൈവത്തിൻ്റെ വചനം ഒരു കണ്ണാടിയാണ്. നാം ഹൃദയം തുറന്ന് നിഷ്കളങ്കമായ ഹൃദയത്തോടെ ഈ വചനം നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ കണ്ണാടിയിൽ എന്നതുപോലെ നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരും. നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിൽ ഇനിയും തിരുത്തേണ്ടത് എന്താണ്, എവിടെയാണ് നാം മാറ്റം വരുത്തേണ്ടത്, നിഷ്കളങ്ക ഹൃദയത്തോടെ നിരൂപണ വിശുദ്ധിയോടെ നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തിരുത്താനുള്ള കാര്യങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും. തിരുത്താൻ നിങ്ങൾക്ക് മനസ്സാണോ? ഈ വചനം ഞാൻ അനുസരിക്കാൻ ഞാൻ മനസ്സാണ് എന്നുള്ളതായ ആ ബോധ്യത്തോടും സമർപ്പണത്തോടും കൂടിയാണോ നിങ്ങൾ ഇരിക്കുന്നത്? വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായി ഇരിപ്പീനെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം അനുസരിക്കാനുള്ള നിർബന്ധം നമുക്ക് എത്ര പേർക്കുണ്ട്? ഈ വചനപ്രകാരം എനിക്ക് ജീവിക്കണം. ഞാനൊരു മനുഷ്യൻ്റെ പിന്നാലെ അല്ല നോക്കുന്നത്, മനുഷ്യനെ അല്ല നോക്കുന്നത്, മറ്റുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നല്ല എൻ്റെ ചിന്താഗതി. മറ്റുള്ളവർ ആത്മീയരായിട്ട് ജീവിക്കുന്നത്, മറ്റുള്ളവർ ആത്മീയരായിട്ട് വളരുന്നുണ്ടോ, അവർ സമർപ്പണത്തോടെയാണ് നിൽക്കുന്നത്, ഇതൊന്നും എൻ്റെ ചിന്താവിഷയമല്ല. എന്നാൽ മറിച്ച് എനിക്ക് ദൈവം തരുന്നതായ ദൈവത്തിൻ്റെ വചനപ്രകാരം ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിക്കുന്നുണ്ടോ, എൻ്റെ സ്വഭാവം ഞാൻ മാറ്റുന്നുണ്ടോ, ഞാൻ ശുദ്ധീകരണം അനുഭവിക്കുന്നുണ്ടോ, എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്തുന്നുണ്ടോ? അവിടെയാണ് പ്രിയപ്പെട്ടവർ ദൈവം എന്നെ നോക്കി സന്തോഷിക്കുന്നത്. നാം അനേകർ വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ വചനം അനുസരിക്കാനുള്ള വ്യഗ്രത, ആ ഒരു ദാഹം, ആ ഒരു തീഷ്ണത നമ്മിൽ എത്ര പേർക്കുണ്ട്? നാം തന്നെത്താൻ ഒന്ന് ശോധന ചെയ്യുകയാണ് നല്ലതാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് വായിച്ചു കേൾക്കാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അപ്പോസ്തലൻ ഭയപ്പെടേണ്ടതായ ഒരു കാര്യം പറയുകയാണ്. നാം ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഭയപ്പെടേണ്ട ഒരു വിഷയം, ഒരു മുന്നറിയിപ്പ് അപ്പോസ്തലൻ തരികയാണ്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക എന്ന്. പ്രിയപ്പെട്ടവരെ, നിത്യരാജ്യത്തിൽ സ്വർഗീയ സൗഭാഗ്യങ്ങളിൽ നാം എത്തിയില്ല എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടണമെന്ന്. എന്താണ് കാരണം അങ്ങനെ അപ്പോസ്തലൻ പറയാൻ? അടുത്ത വാക്യം വായിക്കാം നമുക്ക്. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. അവരെ പോലെ, എന്തുകൊണ്ടാണ് അവരെ പോലെ? ഇതാരാണ് അവര്? അതിന് 3-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട്, കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. പ്രിയപ്പെട്ടവരെ, കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. നിങ്ങൾ ഈ കേൾക്കുന്ന വചനം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ സ്വഭാവം മാറുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഉപകാരപ്പെടാത്തത്? വചനം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിച്ചാൽ മാത്രമേ അനുസരിക്കാൻ കഴിയുകയുള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ച കെടുതി ഏതാണ്? അവർ വചനം കേട്ടു, പക്ഷെ വിശ്വസിച്ചില്ല. മോശയുടെ വാക്കായിട്ടാണ് അവർ കേട്ടത്. എന്നാൽ ജീവനുള്ള ദൈവം എന്നോട് കൽപ്പിക്കുന്ന സ്വർഗത്തിലെ ആലോചനയാണെന്ന് അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവർക്ക് അനുസരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർക്ക് ഉപകാരപ്പെട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ സംഭവിക്കരുത്. അതിനുവേണ്ടിയിട്ടാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. വചനം അനുസരിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുക. വചനം കേൾക്കുന്നവർ മാത്രമല്ല, വചനം അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നിങ്ങൾ ഈ ദൈവത്തിൻ്റെ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ
നിങ്ങളുടെ ഉള്ളിൽ വരേണ്ട തീരുമാനം അതാണ്. ഞാനും നിങ്ങളോടൊപ്പം തീരുമാനമെടുക്കുകയാണ്. കർത്താവേ, നിൻ്റെ ഈ ജീവൻ്റെ വചനം ഞാൻ അനുസരിക്കും, വചനപ്രകാരം ഞാൻ ജീവിക്കും. എൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ മേഖലകളിലും വചനമായിരിക്കും എൻ്റെ അടിസ്ഥാനം. ഞാനൊരു മനുഷ്യൻ്റെ പിന്നാലെ പോവുകയില്ല, ഞാനൊരു കൂട്ടായ്മയെ നോക്കി ജീവിക്കുകയില്ല, ഈ ഭൂമിയിൽ ഏതെങ്കിലും ദൈവദാസന്മാരെ നോക്കി അല്ല ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം ഞാൻ അനുസരിക്കും, ഈ വചനം ഞാൻ വായിക്കും, ഈ വചനപ്രകാരം ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിക്കും. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കുമോ പ്രിയപ്പെട്ടവരെ? ഈ വചനമനുസരിച്ച് ഞാൻ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലേക്ക് കഷ്ടതയും ദുരിതവും രോഗവും ശാപവും എല്ലാം എങ്ങനെയാണ് കടന്നു വന്നത്? ഈ ലോകത്തിൽ കഷ്ടത എങ്ങനെയാണ് വന്നത്? രോഗം എങ്ങനെയാണ് വന്നത്? ദുരിതം വരാൻ കാരണം എന്താണ്? ശാപം വരാൻ കാരണം എന്താണ്? ആദിമ മനുഷ്യനായ ആദാം ദൈവത്തിൻ്റെ വചനം ലംഘിച്ചു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യം വായിക്കുമ്പോൾ ദൈവം ആദാമിനെ സൃഷ്ടിച്ചാക്കി ഏദൻ തോട്ടത്തിലാക്കിയതിനു ശേഷം ദൈവം ആദാമിന് ഒരു വചനം കൊടുക്കുകയാണ്. എന്താണ് ദൈവം കൊടുത്ത വചനം? യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം ആദിമ മനുഷ്യനായ ആദാമിനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. നിനക്ക് അനുഭവിക്കാൻ ഈ തോട്ടത്തിൽ ഇഷ്ടം പോലെ ഫലങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം, ഒരു നിർദ്ദേശം ദൈവം കൊടുക്കുകയാണ്. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. നീ തിന്നുന്ന നാളിൽ മരിക്കും. നിനക്ക് എന്തൊക്കെ തിന്നാം? എന്താണ് നീ തിന്നരുതാത്തത്? വളരെ വ്യക്തമായിട്ട് ദൈവം ഒരു കൽപ്പന കൊടുക്കുകയാണ്. ദൈവം ഒരു നിയമം അവൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ്. ദൈവം ഒരു വചനം ആദാമിന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ ദൈവത്തിൻ്റെ വചനം ആദാമിന് അനുസരിക്കാൻ പറ്റിയില്ല. അതിലവിടെ വീഴ്ച സംഭവിക്കുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ആദ്യത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ദൈവം കൊടുത്തതായ വചനം ആദാമും ഹവ്വായും ലംഘിക്കുകയാണ്. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവർ, തന്ത്രശാലിയായ പിശാച് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മോഹന സൃഷ്ടിയായ മനുഷ്യനെ ആ സ്വർഗീയ പ്രതീസായിൽ, ഏദൻ പ്രതീസായിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ ജീവിതത്തിൽ അസൂയപ്പെട്ട പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ ആദാമിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ അവിശ്വാസം ജനിപ്പിക്കുന്നതായ ഒരു ചോദ്യം ചോദിക്കുകയാണ് പിശാച്. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവർ, തോട്ടത്തിൽ നിൽക്കുന്ന യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ഈ ദൈവം വാസ്തവമായിട്ട് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? എന്തൊരു സൂത്രമാണ് പിശാചി ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വിതച്ചു കൊടുക്കുന്നത്. വാസ്തവമായിട്ട് ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങളോട്? ഒരു വൃക്ഷത്തിനെയും ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്താണ് ഹവ്വായുടെ മറുപടി? സ്ത്രീ പിശാചിനോട് പറയുകയാണ്, പാമ്പിനോട് പറയുകയാണ്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം. തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലമൊക്കെ ഞങ്ങൾക്ക് തിന്നാം. എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. തൊടുകയും അരുത് എന്ന് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അല്പം തീക്ഷ്ണത കൂട്ടി ഹവ്വ പിശാചിനോട് പറയുകയാണ്. തുടരുന്ന ദൈവം കൽപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിൽ കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. ദൈവം കൽപ്പിച്ചത് കൽപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ തീക്ഷ്ണത കൊണ്ട് അതിൽ കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. ഇവിടെ ഹവ്വ പറയുകയാണ്, തിന്നരുത്, തുടരുത് എന്നും ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, അത് വ്യർത്ഥമായൊരു തീക്ഷ്ണതയാണ്. അത് ഭോഷ്കിൽ നിന്ന് വരുന്നൊരു തീക്ഷ്ണതയാണ്. അത് ശരിയായൊരു ആത്മീയ തീക്ഷ്ണതയല്ല. പ്രിയപ്പെട്ടവരെ, തന്ത്രശാലിയായ പിശാച് എന്ത് പറഞ്ഞു ഹവ്വയോട്? പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. പ്രിയപ്പെട്ടവരെ, ദൈവം പറഞ്ഞു ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാൽ നിങ്ങൾ മരിക്കുമെന്ന്. പക്ഷെ പിശാച് പറയുന്നു നിങ്ങൾ മരിക്കയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പിശാചിന്റെ തന്ത്രം. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ദൈവരാജ്യത്തിൽ എത്താമെന്ന് പിശാച് അനേകരുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരുന്ന് മന്ത്രിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന്, പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന്. ദൈവത്തിന്റെ വചനം ലംഘിച്ചാൽ മകനെ നിന്റെ ആത്മാവ് മരിച്ചു പോകുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പക്ഷെ പിശാച് പറയുന്നു സാരമില്ല, നിങ്ങൾ മരിക്കുകയില്ല. ഇതാണ് പിശാചിന്റെ തന്ത്രം.
ഇന്ന് അനേകർ ഈ പിശാചിന്റെ തന്ത്രത്തിൽ കുടുങ്ങി ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്ത് സംഭവിച്ചു അവസാനം? അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും പ്രിയപ്പെട്ടവർ, പിശാച് ഹവ്വായെ ചതിക്കുകയാണ്. നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങളുടെ കണ്ണ് തുറക്കും. ഈ ഫലം നിങ്ങൾ തിന്നാൽ നിങ്ങൾ മരിക്കുകയല്ല, നിങ്ങളുടെ കണ്ണ് തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നുവെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഫലം തിന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം നിങ്ങളോട് പറഞ്ഞത് അത് തിന്നരുതെന്ന്. എന്തു വലിയ സൂത്രമാണ്! ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ളതായ സൂത്രങ്ങളും പൈശാചിക തന്ത്രങ്ങളുമാണ് പിശാച് മനുഷ്യന്റെ ഉള്ളിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇത് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. എന്ത് സംഭവിച്ചു? ആത്യന്തികമായി ഈ ആദിമ മനുഷ്യനായ ആദാമും ഹവ്വായും ഏദൻ പർദീസായിൽ നിന്ന് നിരാശയോടെ ഇറങ്ങിപ്പോവുകയാണ്. 3-ാം അധ്യായം 23-ഉം 24-ഉം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഏദൻ പർദീസായിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഏദൻ പർദീസായുടെ തരിനിരകളിൽ ഇടയിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തൻ്റെ മോഹന സൃഷ്ടിയായ ഈ ആദാമും ഹവ്വായും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എന്നും വെയിലാറുമ്പോൾ ഈ ജീവനുള്ള ദൈവം അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. എന്നാൽ ഇത് കണ്ടതായി പിശാച് അവർ നശിപ്പിച്ചു കളഞ്ഞു. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ദൈവവചനത്തിലുള്ളതായ അവിശ്വാസം അവരുടെ ഹൃദയത്തിലേക്ക് പിശാച് കുത്തിവെക്കുകയാണ്. ആ വചനം അവർ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വചനത്തെക്കാൾ പിശാചിൻ്റെ വചനം അവർ വിശ്വസിച്ചു. അവർ വചനം ലംഘിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? അവർ ഏദൻ പർദീസായിൽ നിന്ന് എന്നേക്കുമായി മാറിപ്പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം ലംഘിച്ചതാണ് അതിൻ്റെ കാരണം. അങ്ങനെയാണ് മനുഷ്യജാതിയിലേക്ക് ഈ ശാപം കടന്നു വരുന്നത്, രോഗങ്ങൾ കടന്നു വരുന്നത്, കഷ്ടത കടന്നു വരുന്നത്, ദുരിതങ്ങൾ കടന്നു വരുന്നത്. കണ്ണുനീരോടെ നീ ഭൂമിയിൽ അധ്വാനിക്കുമെന്നാണ് ദൈവം പറഞ്ഞത്. കണ്ണുനീരും കഷ്ടതയും ദുരിതവും ശാപവും പാപവും എല്ലാം കടന്നു വരുന്നത് ദൈവവചനം ലംഘിച്ചതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം, നമുക്ക് ലഭിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം നാം അനുസരിക്കാനുള്ള ഉത്സാഹം കാണിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ വചനം വള്ളിപുള്ളി തെറ്റാതെ നാം അനുസരിക്കണം പ്രിയപ്പെട്ടവരെ. വള്ളിപുള്ളി തെറ്റാതെ മുഴുവനായിട്ടും അനുസരിക്കണം. നമുക്ക് സൗകര്യപ്രദമായിട്ട്, നമ്മുടെ ഇഷ്ടപ്രകാരം, നമുക്ക് അനുഗ്രഹമാകുന്ന രീതിയിലല്ല വചനം നാം അനുസരിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം അതായിരിക്കുന്ന പ്രകാരം അനുസരിക്കാനുള്ള മനസ്സ് വരുമ്പോഴാണ് നമ്മുടെ തലമേൽ അനുഗ്രഹം ഇറങ്ങി വരുന്നത്. നമുക്കറിയാം, പ്രവാചക ശ്രേഷ്ഠനായിരുന്നു മോശ. ദൈവത്തിൻ്റെ കരങ്ങളിൽ അത്ഭുതകരമായി പ്രയോജനപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു മോശ. എന്നാൽ മോശയുടെ ജീവിതത്തിൽ ഒരു അവിവേകം സംഭവിച്ചു, ഒരബദ്ധം സംഭവിച്ചു. ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വർഗീയ കനാനിലേക്ക്, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ഈ ജനത്തെ കൊണ്ടുപോകുവാൻ ദൈവമെടുത്ത് ഉപയോഗിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിരുന്നു മോശ എന്ന് പറയുന്നത്. മോശയ്ക്ക് എന്തെല്ലാം സ്വഭാവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഭൂതലത്തിലൊക്കെയും സകല മനുഷ്യനേക്കാളും സൗമ്യതയുള്ള ആളായിരുന്നു ഈ മോശ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വചനം അച്ചട്ടായിട്ട് അനുസരിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു മോശ. എന്നാൽ മോശയുടെ ജീവിതത്തിൽ ഒരു അബദ്ധം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, മോശയെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നാം ഭയത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ട ശ്രേഷ്ഠനായ ദൈവദാസനല്ലേ മോശ. എന്നാൽ ജീവിതത്തിൽ ഒരു സമയത്ത്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരബദ്ധം പറ്റുകയുണ്ടായി. എന്നാൽ അതിൻ്റെ പരിണിത ഫലം മോശ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുകയാണ്. അവർ യാത്ര ചെയ്ത് സീൻ മരുഭൂമിയിലെത്തി. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ജനത്തിന് കുടിപ്പാൻ വെള്ളമുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മോശയ്ക്കും അഹ്റോനും വിരോധമായി കൂട്ടം കൂടി ജനം മോശയോട് കലഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് സീൻ മരുഭൂമിയിൽ അവർ എത്തിയിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. അവർ എന്ത് ചെയ്തു? ആ വാക്യം ഒന്നുകൂടെ വായിക്കാം നമുക്ക്. അപ്പോൾ അവർ മോശയ്ക്കും അഹ്റോനും വിരോധമായി കൂട്ടം കൂടി. അവരെന്ത് ചെയ്തു? കുടിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ അവർ മോശയ്ക്കും അഹ്റോനും വിരോധമായി കൂട്ടം കൂടി ജനം മോശയോട് കലഹിച്ചു. പ്രിയപ്പെട്ടവരെ, അവിടെ മോശയോട് ഈ ജനം കലഹിക്കുകയാണ്. എന്നിട്ട് അവരെന്താണ് പറഞ്ഞത്? ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. പ്രിയപ്പെട്ടവർ, അവർ പറയുകയാണ്, ഞങ്ങളുടെ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മരിച്ചു പോയില്ലേ?
അതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം നടക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാ, ഞങ്ങളുടെ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മരിച്ചുപോയതുപോലെ ഞങ്ങളും മരിച്ചുപോയെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നതെന്ത്? പ്രിയപ്പെട്ടവരെ, മത്സരത്തോടെ, കലഹ മനോഭാവത്തോടെ മോശയോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളുടെ മക്കളുമെല്ലാം ഈ മരുഭൂമിയിൽ കിടന്ന് വെള്ളമില്ലാതെ മരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, കലഹിക്കുകയാണ് ദൈവത്തിൻ്റെ ദാസനോട്. പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഈ വല്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ എന്തിനാണ് ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത്? ഞങ്ങൾ അവിടെ കിടന്ന് മരിക്കുകയില്ലായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കഴിക്കാൻ ആഹാരമുണ്ടായിരുന്നു. കാര്യം ദുരിതമായിരുന്നുവെങ്കിലും, കാര്യം തീച്ചുളയായിരുന്നുവെങ്കിലും ഞങ്ങൾക്കവിടെ വെള്ളമുണ്ടായിരുന്നു, ഞങ്ങൾക്കവിടെ ആഹാരമുണ്ടായിരുന്നു. ഈ വെള്ളവുമില്ല, ആഹാരവുമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലേണ്ടതിന് എന്തിനാണ് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്ന് ജനം പരിഭവത്തോടെ, പരാതിയോടെ, കലഹിച്ചുകൊണ്ട് മത്സരിച്ച് മോശയോട് ചോദിക്കുകയാണ്. എന്താണ് ചെയ്തത് മോശ? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതളപ്പഴവും ഇല്ല, കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. എന്നാറേ മോശയും അഹരോനും സഭയുടെ മുമ്പിൽ നിന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ ചെന്നു കവിണ്ണു വീണു. പ്രിയപ്പെട്ടവരെ, മോശയും അഹരോനും എന്ത് ചെയ്യും? അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർ ദൈവസന്നിധിയിലേക്ക് ചെല്ലുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ അടുക്കൽ ചെന്ന് ദൈവസന്നിധിയിൽ കവിണ്ണു വീണ് ചോദിക്കുകയാണ്, കർത്താവേ, എന്താണ് ഇതിനൊരു പരിഹാരം? മരുഭൂമിയിൽ ഇവർക്ക് വെള്ളം കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ല, ഇതിനെന്താണ് ഒരു പരിഹാരം കർത്താവേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ളൊരു ഗതി കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാറ്? സഹായ ഹസ്തങ്ങളൊന്നുമില്ലാതെ വരുമ്പോൾ, നമ്മെ സഹായിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ, എല്ലാ വഴികളും അടയുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കാറുണ്ടോ? നിങ്ങൾ യേശുവിനെ വിളിക്കാറുണ്ടോ? നിങ്ങൾ യേശുവിൽ ആശ്രയിക്കാറുണ്ടോ? യേശുവിൻ്റെ ആ തിരുമുഖത്തേക്ക് നിങ്ങൾ നോക്കാറുണ്ടോ? നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. പ്രതിസന്ധികൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, വേദനാജനകമായ സാഹചര്യങ്ങൾ വരുമ്പോൾ, ദുഃഖ വിഷയങ്ങൾ വരുമ്പോൾ, ആരും സഹായിക്കാനില്ലാതെ വരുമ്പോൾ, നമ്മെ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, രോഗങ്ങൾ പെരുകുമ്പോൾ, പ്രതിസന്ധികൾ കൂടിക്കൂടി വരുമ്പോൾ, പണത്തിന് ഞെരുക്കം വരുമ്പോൾ, പ്രതികൂലങ്ങൾ ഏറിയേറി വരുമ്പോൾ നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് പ്രയോജനമില്ല. മനുഷ്യർ വെറും നിസ്സഹായരാണ്. എന്നാൽ നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മരുഭൂമിയിൽ മോശയും അഹരോനും കവിണ്ണു വീണ് ദൈവത്തോട് ചോദിക്കുകയാണ്, കർത്താവേ, എന്താണ് ഒരു പരിഹാരം? എന്താണ് മറുപടി പറഞ്ഞത് ദൈവം? യഹോവ മോശയോടൊക്കെ ഒരു പരിഹാര മാർഗം പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും, നിന്റെ വടിയെടുത്ത്, നിന്റെ കയ്യിലൊരു വിശ്വാസത്തിന് വടിയേൻ തന്നിട്ടില്ലേ, ആ വടിയെടുത്ത് നീയും അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക, പാറയോട് കൽപ്പിക്ക എന്ന് പറഞ്ഞു. വടി കയ്യിലിരുന്നാൽ മതി, പക്ഷെ നീ പാറയോട് കൽപ്പിക്കാവേ പാടുള്ളൂ. ദൈവം വളരെ കൃത്യമായിട്ടാണ് നിർദ്ദേശം കൊടുത്തത്, വചനം കൊടുത്തത്. നീ വടി കയ്യിലെടുക്കണം, വിശ്വാസത്തിന് വടി നീ കയ്യിലെടുക്കണം, പക്ഷെ നീ പാറയോട് കൽപ്പിക്കണം. എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? താഴോട്ട് നമുക്ക് വായിക്കാം. എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണമെന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്തു. പ്രിയപ്പെട്ടവർ, തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മോശയും അഹരോനും സഭയെ പാറയുടെ അടുക്കൽ വിളിച്ചുകൂട്ടി, മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞ് മോശെ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. പ്രിയപ്പെട്ടവരെ, മോശ കൈ ഉയർത്തി പാറയെ വടികൊണ്ട് 2 പ്രാവശ്യം അടിച്ചു. ദൈവം പാറയെ അടിക്കാൻ പറഞ്ഞില്ല, ദൈവം പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്. ആ വചനം മോശ വിശ്വസിച്ച് അതനുസരിക്കേണ്ടിയിരുന്നു. പ്രിയപ്പെട്ടവരെ, അതിന് മോശ തക്കതായ വില കൊടുക്കേണ്ടി വന്നു. ദൈവം നീതിമാനാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തെ നടത്തുന്നവനാണോ, ദൈവത്തിന് വചനം പ്രസംഗിക്കുന്നവനാണോ, സാക്ഷ്യം പറയുന്നവനാണോ, ഭവന സന്ദർശനം നടത്തുന്നവനാണോ, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് നീതിയാണ് അവിടെ വെളിപ്പെട്ടത്. ദൈവം ഒരേ സമയം കരുണയുള്ളവനാണ്, പക്ഷെ ദൈവം നീതിമാനാണ്. ദൈവത്തിന് വചനപ്രകാരമല്ലാതെ ദൈവത്തിന് നീതി വിട്ട് ദൈവം ഒന്നും ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവർ, എന്ത് സംഭവിച്ചു? മോശയോട് ദൈവം പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ നീ എന്നെ വിശുദ്ധീകരിക്കാകിയാൽ നീ കനാൻ ദേശം കാലുകുത്തുകയില്ല എന്ന്. ദൈവം കരുണയുള്ളവനായതുകൊണ്ട് ഇതാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ
ആ ഹോറേബ് മലയിൽ ഇതാ മോശയും ഏലിയാവും എഴുന്നള്ളി വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പത്രോസും യാക്കോബും യോഹന്നാനും ഇതാ യേശുവിൻ്റെ കൂടെ ആ മലയിൽ ആ സ്വർഗീയ തേജസ്സിൽ മോശയും ഏലിയാവും ഇറങ്ങി വരുന്നുണ്ട്. അതാണ് സ്വർഗത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഒന്ന് താഴ്ത്തുമോ? നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കുമോ? നിങ്ങൾ യേശുവിൻ്റെ കാൽക്കൽ നിങ്ങളൊന്ന് വീടുമോ? ദൈവത്തിൻ്റെ വചനം ഞാൻ അച്ചട്ടായി ഇതാ അനുസരിക്കുമെന്ന് നിങ്ങൾ ആരെല്ലാം ഹൃദയത്തിൽ തീരുമാനമെടുക്കുന്നുണ്ട്? വചനം അനുസരിക്കുമ്പോഴാണ് അനുഗ്രഹം വരുന്നത്. വചനം അനുസരിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക, യേശുവേ, നിന്റെ മാറ്റമില്ലാത്ത വചനം അക്ഷരം പ്രതി അണുവിട മാറാതെ അനുസരിച്ചുകൊണ്ട് ഒരു പൂർണ്ണ വിശുദ്ധനായി ജീവിക്കുമെന്ന് ഞാനിപ്പോൾ ഇതാ നിന്റെ സന്നിധിയിൽ ഞാൻ തീരുമാനമെടുക്കുന്നു. എന്നെ അവിടുന്ന് കാണണമേ, എന്നെ ഒന്ന് നോക്കണമേ, എന്നെ ഒന്ന് കടാക്ഷിക്കണമേ, നിന്റെ ആണിപ്പാടുള്ള കരം എൻ്റെ ശിരസന്മേലൊന്ന് വയ്ക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളോട് അരുളി ചെയ്ത സ്വർഗീയ വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളോട് അരുളി ചെയ്ത വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ മക്കളെയും ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. വചനം അനുസരിച്ചൊരു പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. മഹത്വം അവിടുന്ന് മാത്രം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.